ശക്തരായ മുഗൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ അവസാനത്തെ ചക്രവർത്തിയായിരുന്നല്ലോ ഔറംഗസേബ്. ഷാജഹാന്റെ 14 മക്കളിൽ 6-മനായിരുന്ന ഔറംഗസേബ് തൻ്റെ 40-ാമത്തെ വയസ്സിലാണ് അധികാര മേഖലകളിലേക്കൊക്കെ കടന്നെത്തുന്നത്. മികച്ച ഭരണാധികാരി എന്ന പോലെ തന്നെ ഒട്ടേറെ ന്യൂനതകളും നിലനിന്നൊരു ഭരണാധികാരിയായിട്ട് കൂടിയാണ് ഔറംഗസേബിനെ ആധുനിക ലോകം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഗൾ സാമ്രാജ്യം ക്ഷയിക്കുന്നതിന് തുടക്കം കുറിച്ചയാൾ എന്നൊരു വിശേഷണം കൂടി ഔറംഗസേബിനുണ്ട്. അപ്രകാരം ഈ വീഡിയോയിലൂടെ ഔറംഗസേബിൻ്റെ ജീവിതകഥയാണ് പരിചയപ്പെടുത്തുന്നത്. 1618 ഇന്നത്തെ ഉജ്ജയിൻ പ്രദേശത്തിനടുത്തുള്ള ദഹൂദ് എന്നൊരു ദേശത്താണ് ഔറംഗസേബ് ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അറബിക്, പേർഷ്യൻ ഭാഷകളും മുസ്ലിം മതഗ്രന്ഥങ്ങളുമൊക്കെ ഔറംഗസേബ് പഠിക്കുകയുണ്ടായി. ചെറുപ്പകാലത്ത് തന്നെ സൈനിക വിദ്യാഭ്യാസം തുടങ്ങിയ ഔറംഗസേബ് വളരെ ധീരനായ, ആരും ഭയക്കുന്ന ഒരു പോരാളിയായി മാറുകയുമുണ്ടായി. തൻ്റെ 18-ാം വയസ്സിൽ തന്നെ, അതായത് 1636 കാലത്ത് തന്നെ ഡക്കാൻ്റെ ഗവർണറായി മാറിയ ഔറംഗസേബ് 1658 വരെയുള്ള കാലഘട്ടത്തിൽ ഗുജറാത്തിൻ്റെയും മുൾട്ടാൻ്റെയും സിന്ധിൻ്റെയും ഒക്കെ ഗവർണറായി നിലകൊള്ളുകയുണ്ടായി. എന്നാൽ ആ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണമികവും പട്ടാള ജനറലായുള്ള കഴിവുമൊക്കെ പ്രകടമാവുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഗുജറാത്തിൽ മെച്ചപ്പെടുത്തിയ നികുതി സമ്പ്രദായമൊക്കെ അതിനുള്ള വലിയ തെളിവാണ്. ഷാജഹാന് 1657 അസുഖം ബാധിച്ചതും ഷാജഹാൻ തൻ്റെ മക്കളിൽ ദാരാഷിക്കോവിനെ അധികാരത്തിലെത്തിക്കാൻ ആഗ്രഹിച്ചതും ഇവിടെ ഒരു അധികാര പോരാട്ടം തന്നെ സൃഷ്ടിക്കുകയും അത് മുഗൾ ഭരണമേഖലയിൽ ആഭ്യന്തരമായി തന്നെ വീണ്ടും ഒരു കലുഷിത കാലഘട്ടത്തിനും അതൊരു രക്തപ്പുഴ ഒഴുക്കുന്നതിലേക്കുമൊക്കെ കാരണമായി മാറുകയുണ്ടായി. ഏതായാലും ഒടുവിൽ ഔറംഗസേബ് തൻ്റെ 3 സഹോദരങ്ങളെയും താഴെ ഇറക്കിക്കൊണ്ട് അച്ഛനായ ഷാജഹാൻ ചക്രവർത്തിയെ തടവിലാക്കിക്കൊണ്ട് ഡൽഹിയുടെ സിംഹാസനത്തിലേക്ക് കടന്നെത്തുകയുണ്ടായി. ഔറംഗസേബിൻ്റെ ഭരണത്തെപ്പറ്റിയോ അല്ലെങ്കിൽ സ്വഭാവത്തെപ്പറ്റിയോ ഒക്കെ തന്നെയും വിശകലനം ചെയ്തിട്ടുള്ള ചരിത്രകാരന്മാരുടെ എഴുത്തുകൾ പരിശോധിച്ചാൽ കൃത്യമായ അല്ലെങ്കിൽ ഏകീകരിക്കപ്പെട്ട ഒരു നിരീക്ഷണം കണ്ടെത്തുക സാധ്യമല്ല. എന്നാൽ ഔറംഗസേബിൻ്റെ പഴയ എഴുത്തുകൾ നോക്കിയാൽ കൃത്യമായ ആദർശങ്ങൾ എല്ലാ കാലവും നിലനിർത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഔറംഗസേബ് എന്ന് പറയാം. ഔറംഗസേബ് തൻ്റെ സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികമായുമൊക്കെയുള്ള ഉന്നമനം ലക്ഷ്യമാക്കിയതുപോലെ തന്നെ മതപരവും ധാർമ്മികവുമായ വികസനവുമൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്നുകൂടി പറയാം. സാമ്രാജ്യത്തിലെ സാധാരണ മേഖലകളായ, അതായത് കൃഷിമേഖല, കച്ചവട മേഖല, വ്യവസായികൾ എന്നിവരുടെ ഉന്നമനത്തിനായി അദ്ദേഹം പല നടപടികളും സ്വീകരിക്കുകയുണ്ടായി. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം അധികാരത്തിലെത്തിയ സമയത്ത് നിർത്തലാക്കിയ 80ഓളം വരുന്ന നികുതികൾ. മുഗൾ മേഖലയിൽ ആബ്വദ് എന്നറിയപ്പെടുന്ന ഈ ഒരു നികുതി ഇനം, അതായത് വീട്ടുനികുതി, ജലനികുതി, ട്രാൻസ്പോർട്ട് നികുതി തുടങ്ങി പല നികുതികളും, അതായത് 80ഓളം വരുന്ന നികുതികൾ ഔറംഗസേബ് ഒഴിവാക്കുകയുണ്ടായി. ഇത്തരം നികുതികളുടെ ഭാരം എല്ലാം തന്നെ വന്നു വീഴുന്നത് സാധാരണക്കാരായ ജനങ്ങളിലായതുകൊണ്ട് തന്നെ സാമ്രാജ്യത്തിന് വലിയൊരു വരുമാന നഷ്ടം സൃഷ്ടിക്കപ്പെട്ടപ്പോഴും ഇത്തരം നികുതികൾ ഒഴിവാക്കിയതിലൂടെ സാധാരണക്കാരുടെ പ്രയാസങ്ങളെ ഒഴിവാക്കാൻ ഔറംഗസേബ് ശ്രമിച്ചതായി പറയാവുന്നതാണ്. ദിവസവും 3-4 മണിക്കൂറുകൾ മാത്രം ഉറങ്ങുന്ന, എന്നും അതിരാവിലെ എണീറ്റിരുന്ന, രാത്രി വരെയും തൻ്റെ ജോലികളിൽ വ്യാപൃതനായിരിക്കുന്ന, മരണം വരെയും അങ്ങനെ തന്നെ തുടർന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ഔറംഗസേബ്. അതിനെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. മരണം വരെയും അല്ലെങ്കിൽ ശ്വാസം തുടരുന്നതുവരെയും വിശ്രമിക്കാൻ പാടില്ലെന്നും ജോലി തുടരണമെന്ന നിലയിലുമാണ് ആ എഴുത്ത്. ആ കാലത്ത് സദാചാര നിയമനിഷ്ഠ പാലിച്ചിരുന്ന യാഥാസ്ഥിതിക സുന്നി വർഗത്തിൽപ്പെട്ട ഒരു മതഭക്തൻ കൂടിയായിരുന്നു ഔറംഗസേബ് എന്ന് പറയാം. മതത്തെ അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും പിന്തുടരുകയും അതിനായി പ്രവർത്തനങ്ങൾ നടത്തിയതും കൊണ്ട് തന്നെ അദ്ദേഹം കപടമായി മതത്തെ ഉപയോഗിച്ചു എന്നും പറയുക സാധ്യമല്ല. ഇസ്ലാം മത തത്വങ്ങളെ ഒരിക്കലും ലംഘിക്കാത്ത ഔറംഗസേബ് ഒരു ഫക്കീറിൻ്റെ പോലെ ലളിതമായ ഒരു ജീവിതം കൂടിയാണ് നയിച്ചത്. താൻ പൊതുജനദാസനാണെന്നും ചക്രവർത്തി എന്ന നിലയിൽ തന്നിൽ നിക്ഷിപ്തമായ അധികാരം ജനക്ഷേമത്തിന് വേണ്ടിയല്ലാതെ തൻ്റെ സുഖത്തിനു വേണ്ടി ഉപയോഗിക്കാനല്ലെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം ഖജനാവിലെ പണം സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്നില്ല. ചുരുക്കിയാൽ ഒരു ചക്രവർത്തി എന്ന നിലയിലുള്ള ഔറംഗസേബിൻ്റെ ആശയങ്ങളും ധാരണകളുമൊക്കെ മഹത്തരമായിരുന്നു. അതിനോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു മഹാനായ രാജാവാകാനുള്ള എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു താനും. എങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ആദർശങ്ങൾ ഇടുങ്ങിയതും സങ്കുചിതവുമായിരുന്നു. സാമ്രാജ്യത്തെ വികസിപ്പിക്കാൻ എന്ന പോലെ തന്നെ ഇസ്ലാമിനെയും പ്രത്യേകിച്ച് സുന്നി വിശ്വാസത്തെയും ശക്തിപ്പെടുത്തുക എന്നതാണ് താൻ ചക്രവർത്തിയായത് എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഇത്തരമൊരു ആശയം എന്നത് തന്നെ സാമ്രാജ്യം എന്ന നിലയിലും മുഗൾ സാമ്രാജ്യം പിന്തുടർന്നു വന്ന വഴികൾ വ്യതിചലിച്ചു എന്ന നിലയിലും ചക്രവർത്തി എന്ന നിലയിലും ഒരിക്കലും മാതൃകയാക്കാൻ പറ്റിയതുമല്ല.
ദേശീയ വീക്ഷണമില്ലാതെ വിഭാഗീയ ചിന്താഗതിയിൽ അധിഷ്ഠിതമായ ഇത്തരം ആദർശങ്ങൾ സാമ്രാജ്യത്തിന് അതിൻ്റെ കെട്ടുറപ്പിന് വലിയ തോതിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതും ഉറപ്പുള്ള കാര്യമാണല്ലോ. എന്നാൽ ഔറംഗസേബിൻ്റെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ ജീവിതകാലത്തിനിടയിൽ എങ്ങും തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരം ആദർശങ്ങളിൽ അദ്ദേഹം മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ വെള്ളം ചേർക്കുകയോ ഒന്നും തന്നെ ചെയ്യുകയുണ്ടായില്ല. അതിനായുള്ള പോരാട്ടത്തിൽ കുടുംബത്തിൽ തന്നെ കലഹങ്ങളുണ്ടായി. സഹോദരങ്ങൾ വധിക്കപ്പെട്ടു. മകനായ അക്ബർ ജീവനും കൊണ്ട് ദേശം വിട്ട് ഓടിപ്പോവേണ്ടി വന്നു. രാജ്പൂതുകൾ, ജാത് വിഭാഗങ്ങൾ, സിഖുകാർ, മറാത്തകൾ ഈ കാലത്ത് പലപ്പോഴും കലാപക്കൊടികൾ ഉയർത്തുകയും അതൊരു നിരന്തര തലവേദനയായി മാറുക പോലുമുണ്ടായി. ബിജാപൂർ മേഖലകളും ഗോൽക്കൊണ്ടയും ഒക്കെ പിടിച്ചെടുക്കുകയും തൻ്റെ ആദർശങ്ങൾക്കപ്പുറം ജീവിക്കുന്ന ഈ മേഖലകളിൽ രാഷ്ട്രീയ സാമ്പത്തിക അരക്ഷിതാവസ്ഥ തന്നെ സൃഷ്ടിക്കപ്പെടുക പോലുമുണ്ടായി. ഔറംഗസേബ് വിശ്വസിച്ചിരുന്നത് അദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന മുഗൾ ഭരണാധികാരികളെല്ലാം തന്നെ ഇസ്ലാം മതത്തിന് പ്രാധാന്യം നൽകിയില്ല എന്ന തരത്തിലും അല്ലെങ്കിൽ മുസ്ലിം ആധിപത്യത്തിൽ അധിഷ്ഠിതമായൊരു ഭരണപ്രക്രിയ കൊണ്ടുവന്നില്ല എന്നും അതുകൊണ്ട് തന്നെ തികഞ്ഞ ഒരു മതഭക്തനായ താൻ അത് ചെയ്യണമെന്നും അത് ഏറ്റവും മികച്ചൊരു മുസ്ലിം രാജാവായി തന്നെ മാറ്റുമെന്നുമൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കടമയായും അതിനെ അദ്ദേഹം നോക്കിക്കണ്ടിരുന്നു. ഏതായാലും ഇത്തരമൊരു ആശയം അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെയും ദീർഘവീക്ഷണത്തെയും ചക്രവർത്തി എന്നതിൻ്റെ വിശാലമായ അർത്ഥത്തെയും തൻ്റെ ചട്ടക്കൂടുകൾക്കപ്പുറം നിലനിൽക്കുന്ന എന്തിനോടും അസഹിഷ്ണുതയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിനുമൊക്കെ കാരണമായി മാറി. ഇത്തരത്തിൽ ഔറംഗസേബിൻ്റെ ദൃഷ്ടിയിൽ സ്വമതാനുയായികൾ മാത്രം സാമ്രാജ്യത്തിലെ യഥാർത്ഥ പൗരന്മാർ എന്നൊരു ആശയം ഉടലെടുത്തതോടെ ചക്രവർത്തി എന്നത് ഭൂരിപക്ഷത്തിനു പകരമായി ചെറിയൊരു ശതമാനം ജനങ്ങളുടേത് മാത്രം എന്നൊരു നില വന്നു. ഇതിനെ മറ്റ് ചില രീതികളിൽ കൂടി ചരിത്രകാരന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. അതായത് ഔറംഗസേബിനെ ഇത്തരത്തിലുള്ളൊരു തീവ്രമായ മതപരമായ വ്യവസ്ഥകളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതാണ് എന്ന നിലയിലാണത്. അതായത് മുൻകാലങ്ങളിൽ പ്രത്യേകിച്ച് അക്ബർ കാലഘട്ടത്തോടെ മുഗൾ സാമ്രാജ്യത്തിൽ ഹിന്ദുക്കൾക്കും രജപുത്രർക്കുമൊക്കെ വലിയ തോതിൽ തന്നെ പ്രാതിനിധ്യം ലഭിക്കുകയും അത് രാഷ്ട്രീയമായും സാമൂഹ്യമായും അവിടങ്ങളിലൊക്കെ തന്നെയും വലിയൊരു സ്വാധീനം സൃഷ്ടിക്കാനും കഴിഞ്ഞിരുന്നു. ഇസ്ലാം മതത്തിൻ്റെ വക്താക്കൾ മറ്റൊരു വിഭാഗമായും അവിടെ നിലനിന്നിരുന്നു. ഇവർ തമ്മിൽ ഒരു തരത്തിൽ അന്തരവും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഷാജഹാൻ്റെ കാലത്തിനപ്പുറം ആര് ഭരണത്തിലേക്ക് വരും എന്നൊരവസ്ഥ വന്നപ്പോൾ രാജ്പൂത് മേഖലകളൊക്കെ ഔറംഗസേബിനെ എതിർക്കുകയും ദാരാ ഷുഖോവിന് വേണ്ടി നിലകൊള്ളുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായും ഔറംഗസേബിന് മുസ്ലിം മതമേഖലകളിൽ നിന്ന് പിന്തുണയും ലഭിച്ചു. ഇത്തരമൊരു അവസ്ഥയിൽ ഇസ്ലാമിനെ ഉയർത്താനും മറ്റുള്ളവരെ താഴ്ത്താനുമുള്ള നടപടികൾ സ്വീകരിച്ചതായി പറയുന്നുണ്ട്. എങ്കിലും അദ്ദേഹം വിശ്വസിച്ചു പോന്ന ആദർശങ്ങൾ ഇടുങ്ങിയതും സങ്കുചിതവും ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഒരു ദേശീയ രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന അക്ബറുടെ നയമൊക്കെ ഇസ്ലാം മത തത്വങ്ങളുടെ നഗ്നമായ നിഷേധമായിട്ടാണ് ഔറംഗസേബ് കണക്കാക്കിയത്. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഔറംഗസേബ് പ്രാചീനമായ പല ആചാരങ്ങളെയും നിരോധിക്കുകയുണ്ടായി. സ്വർണവും വെള്ളിയും കൊണ്ട് ചക്രവർത്തിയുടെ തുലാഭാരം നടത്തുന്നതും നിരോധിച്ചു. മദ്യപാനം നിരോധിക്കുകയും അതൊരു കുറ്റകരമാക്കുകയും ചെയ്തു. ഒപ്പം സംഗീതം രാജധാനിയിൽ നിന്ന് നിരോധിക്കുകയുണ്ടായി. അതോടെ നടികൾക്കും സംഗീത വിദ്വാൻമാർക്കുമൊക്കെ തൊഴിലില്ലാതായി. മുഹറം സംബന്ധിച്ചുള്ള ഘോഷയാത്ര ഔറംഗസേബ് വേണ്ടെന്ന് വെച്ചു. സാമ്രാജ്യത്തിലെ ഹോളി, ദീപാവലി തുടങ്ങിയ ഹിന്ദുക്കളുടെ മതാഘോഷങ്ങൾക്കും ഔറംഗസേബ് വിലക്കേർപ്പെടുത്തി. സതി എന്ന ആചാരം നിരോധിക്കപ്പെട്ടു. ചൂതാട്ടത്തിനും കഞ്ചാവിനും നിയന്ത്രണം ഏർപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇസ്ലാം മതത്തിനെ ഉയർത്താനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും അവർക്ക് ശിക്ഷയൊക്കെ നൽകാനുള്ള അനുമതിയും നൽകപ്പെട്ടു. അതോടെ ഷിയ, സൂഫി വിഭാഗങ്ങൾ വരെ വലിയ തോതിൽ ഔറംഗസേബിൻ്റെ കാലത്ത് പ്രശ്നങ്ങൾ നേരിട്ടു തുടങ്ങി. ഹിന്ദുക്കളെ സംഘടിതമായി പീഡിപ്പിക്കുന്നതിന് ഔറംഗസേബ് അപലപനീയമായ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. 1659 പുതിയ ഹിന്ദു ക്ഷേത്രങ്ങളുടെ നിർമ്മാണവും 1664 ക്ഷേത്ര പുനർനിർമ്മാണവും നിരോധിച്ച ഔറംഗസേബ് 1669 ക്ഷേത്രധ്വംസനം തൻ്റെ പ്രഖ്യാപിത നയമായി അംഗീകരിക്കുകയുണ്ടായി. മധുരയിലെയും കാശിയിലെയും സുപ്രസിദ്ധ ക്ഷേത്രങ്ങൾ ഔറംഗസേബിൻ്റെ ക്ഷേത്രധ്വംസന പരിപാടിയിൽ ഉൾപ്പെട്ടിരുന്നു. 1679 ജസിയ എന്ന തലവരി വീണ്ടും ഹിന്ദുക്കളിൽ നിന്ന് അദ്ദേഹം പിരിച്ചു തുടങ്ങി. എങ്കിലും സാധാരണ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും അടിമകൾക്കും കുട്ടികൾക്കും ഭിക്ഷയെടുക്കുന്നവർക്കുമൊക്കെ ഈ ഒരു നികുതി ഇല്ലായിരുന്നു. ഹിന്ദുക്കളുടെ തീർത്ഥാടക നികുതിയൊക്കെ വർദ്ധിപ്പിച്ചപ്പോൾ മുസ്ലിം കച്ചവടക്കാർക്ക് നികുതി ഇല്ലാതായി. അതേസമയം ഹിന്ദു കച്ചവടക്കാർക്ക് 5% നികുതിയും വരികയുണ്ടായി. പതിയെ പതിയെ മുഗൾ ഭരണ മേഖലകളിൽ നിന്ന് ഹിന്ദുക്കൾ പുറത്താവുകയും 1688 ഹിന്ദു ആഘോഷങ്ങൾക്ക് തന്നെ നിയന്ത്രണം വരികയുമുണ്ടായി. അതേ വർഷം തന്നെ രാജ്പൂത് ഒഴികെയുള്ള ഹിന്ദുക്കൾക്ക് പല്ലക്ക്, കുതിരസവാരി, ആന, ആയുധങ്ങൾ തുടങ്ങിയവയൊക്കെ നിരോധിക്കപ്പെടുക പോലുമുണ്ടായി. ഇത്തരത്തിൽ നോക്കിയാൽ
ഹിന്ദു മേഖലയിൽ ഔറംഗസേബ് ഒരു അടിച്ചമർത്തൽ നയം കൊണ്ടുവന്നു എന്ന് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ മുഗൾ മേഖലയിലെ ആദ്യത്തെ അടിച്ചമർത്തൽ നയമുള്ള ഭരണാധികാരിയായും ഔറംഗസേബിനെ കണക്കാക്കുന്നു. തൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഭരണം നടത്തുന്നു എന്ന നിലയിൽ ഔറംഗസേബ് ചെയ്തു വെച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ച നയങ്ങളുടെ ഭാവിയെക്കുറിച്ചോ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഔറംഗസേബ് പോലും മനസ്സിലാക്കിയതുമില്ല. ഔറംഗസേബിൻ്റെ അവസാനം വരെയും അദ്ദേഹം മതത്തെ ചേർത്ത് പിടിച്ചു എന്ന് പറയാം. എങ്കിലും തൻ്റെ അവസാന കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പല നയങ്ങളുടെയും ദൂഷ്യവശങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയതായും കാണാവുന്നതാണ്. മക്കൾക്കയച്ച ഒരു കത്തിൽ താൻ ഈ രാജ്യത്തിനോ ജനങ്ങൾക്കോ വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കത്തിൽ ഒന്നുമില്ലാതെ ഈ ലോകത്തെത്തിയ ഞാൻ ഒട്ടേറെ പാപങ്ങളുമായാണ് തിരിച്ചു പോകുന്നത് എന്നുമുണ്ട്. അദ്ദേഹം നടപ്പിലാക്കിയ മതനയമൊക്കെ ഒരു മികച്ച ഭരണാധികാരിക്ക് ചേർന്നതല്ല എന്ന നിലയിൽ തന്നെയാണ് മിക്ക ചരിത്രകാരന്മാരും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ഔറംഗസേബിനെ പോലൊരു യുദ്ധവീരനും യുദ്ധതന്ത്രജ്ഞനും മികച്ചൊരു ഭരണാധികാരിയും ഒക്കെയായ ഒരാൾ, എല്ലാ മേഖലയിലും മികച്ച ചക്രവർത്തി എന്ന് പറയേണ്ടി വരുന്ന ഒരാൾ മതമേഖലയിൽ ചെയ്തത് തെറ്റായ ഒന്നായി തന്നെ ചരിത്രകാരന്മാർ എടുത്തുകാട്ടുന്നു. ചുരുക്കിയാൽ ഔറംഗസേബിൻ്റെ മതപരമായ പിന്തിരിപ്പൻ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളെയും തകർത്ത് കളഞ്ഞു എന്ന് പറയാം. അക്ബർ സൃഷ്ടിച്ച മതസഹിഷ്ണുതാ നയത്തെ തകർത്തെറിഞ്ഞ് മറ്റൊരു വ്യാഖ്യാനം സൃഷ്ടിച്ചപ്പോൾ അത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ പരിപൂർണ ഘടനയ്ക്കും ആത്യന്തികമായി മുഗൾ സാമ്രാജ്യത്തിൻ്റെ തന്നെ തളർച്ചയ്ക്കും കാരണമായി മാറി എന്നുകൂടി പറയേണ്ടതുണ്ട്. അദ്ദേഹം മറ്റുള്ളവരോട് നടത്തിയ അടിച്ചമർത്തൽ നയം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് സാമ്രാജ്യത്തിൽ സൃഷ്ടിച്ചത്. സാമ്രാജ്യത്തിൽ എവിടെയും ഹിന്ദുക്കൾ സംഘടിച്ച് ലഹളയ്ക്കൊരുങ്ങി. മധുരയിലെ ജാട്ടുകൾ, രാജസ്ഥാനിലെ രജപുത്രർ, പഞ്ചാബിലെ സിഖുകാർ, സത്നാമികൾ തുടങ്ങിയവരൊക്കെ തന്നെയും കലാപക്കൊടി ഉയർത്തുകയുണ്ടായി. ഈ സമയം മറാത്ത ശക്തിയും ഉയർന്നു വരികയുണ്ടായി. ഇത്തരത്തിൽ നിരന്തരമായി മുഗൾ സാമ്രാജ്യം ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നതോടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധീശത്വം തകർന്നു തുടങ്ങി. സാമ്രാജ്യത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയും നിരന്തര യുദ്ധങ്ങൾ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുകയും സൈനിക ശക്തി ചുരുങ്ങിത്തുടങ്ങുകയും വർഷങ്ങൾ നീണ്ട പല നയങ്ങൾക്കപ്പുറം ഇതൊക്കെ തന്നെയും ഔറംഗസേബിൻ്റെ തന്നെ പരാജയമായി മാറുകയും അത് സാമ്രാജ്യത്തിൻ്റെ തന്നെ തകർച്ചയ്ക്കും കാരണമായി മാറി എന്നുകൂടി പറയാവുന്നതാണ്. അത് ഔറംഗസേബിനെ പോലെ ശക്തനായ ഒരു ഭരണാധികാരിയുടെ കാലം വരെയും പ്രകടമായില്ല എന്ന് മാത്രം. ഏതായാലും ഔറംഗസേബിന് തൻ്റെ വലിയ സാമ്രാജ്യം സംരക്ഷിച്ചു നിർത്തുന്നതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.